ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അരുണിമാമിസ് ആണ്. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ബേസിക് സയൻസിൽ ഗംഭീരമായിട്ട് പഠിക്കുന്നുണ്ട്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആ ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. നമ്മുടെ ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പാർട്സ് ഓഫ് ദ ഫ്ലവർ എന്ന് പറയുന്നത്. അല്ലെ, ഒരു ഫ്ലവറിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിന്റെ ധർമ്മങ്ങൾ, ഫങ്ഷൻസും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ഒരു പൂവിന്റെ ഭാഗം തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പൂവിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പൊ ഗൈനീഷ്യവും ആൻഡ്രീഷ്യവും കാലിക്സും തലാമസും പെഡിസെല്ലും കൊറോളയും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ പഠിച്ചിരിക്കണം. ഇപ്പൊ പൂഞ്ഞെട്ട്, പുഷ്പാസനം, അല്ലെ, വിതളപുടം, ദളപുടം, കേസരപുടം, അല്ലെ, ജനിപുടം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മലയാളത്തിൽ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഏത് ലാംഗ്വേജിലാണോ എഴുതുന്നത് അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആയി പോകരുത്. അപ്പൊ നമുക്ക് ഈ ഭാഗങ്ങളുടെ ധർമ്മങ്ങൾ കൂടെ ഇന്ന് എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. മാറിപ്പോവരുത്. കാരണം ധർമ്മങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പൊ കൊറോളയുടെ ധർമ്മം എന്താണ്, അല്ലെ, കൊറോളയുടെ ഫങ്ഷൻസ് എന്താണ്, ഈ പറഞ്ഞതുപോലെ തന്നെ പെഡിസലിന്റെ ഫങ്ഷൻ എന്താണ്, ജനിപുടത്തിന്റെ ഫങ്ഷൻ എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ പൂഞ്ഞെട്ടിൽ നമുക്ക് തുടങ്ങാം. ഇതാണ് പൂഞ്ഞെട്ട് എന്ന് പറയുന്ന ഭാഗം, അല്ലെ. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൂവിനെ തണ്ടുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്നത്. സോ അറ്റാച്ചസ് ദ ഫ്ലവർ ടു ദ സ്റ്റെം. ഇതാണ് പെഡിസെല്ലിന്റെ ധർമ്മം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ വരുന്ന ഭാഗമാണ് തലാമസ് അഥവാ പുഷ്പാസനം, അല്ലെ. ആ ഒരു ഭാഗമാണ് തലാമസ്. ഇതാണ് പുഷ്പാസനം. കൃത്യമായിട്ട് നോക്കി വെക്കുക. പൂവിന്റെ മറ്റു ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഉറപ്പിക്കുന്നു, അല്ലെ. നമ്മൾ പുഷ്പാസനം എന്ന് പറയുമ്പോൾ ആ ഒരു ഇരിപ്പിടം എന്നുള്ളത് ഓർത്തു വെക്കുക. പൂവിന്റെ മറ്റു ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഉറപ്പിക്കുന്നു, അല്ലെ. പ്രൊവൈഡ് ദ സീഡ് ഫോർ അതർ പാർട്ട് ഓഫ് ദ ഫ്ലവർ എന്നുള്ളതാണ്. പിന്നെ അടുത്ത് നോക്കിക്കേ, വിതളപുടം അഥവാ കാലിക്സ്. ഇത് നോക്കണേ, ഇത് ഇങ്ങനെയാണ് കാലിക്സ് ഉള്ളത്. അപ്പൊ വിതരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ്. പൂമൊട്ടിനെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നു. ഇതാണ് നമുക്ക് ഓർമ്മയുണ്ടാവും, അല്ലെ. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇപ്പൊ ഒരു പനിനീരിന്റെ പുഷ്പമൊക്കെ ആവുമ്പോ ഇപ്പൊ ഇങ്ങനെയുള്ള കുറെ ഭാഗങ്ങൾ, അല്ലെ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിനുള്ളിലായിരിക്കും, അല്ലെ, ആ പൂ മൊട്ടുണ്ടാവുന്നത്. അപ്പൊ പൂ മൊട്ടിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് ഈ പറയുന്ന കാലിക്സിന്റെ ധർമ്മമാണ്. കാലിക്സിന്റെ ധർമ്മം, അല്ലെ, ഫോംഡ് ഓഫ് സെപ്പൽസ് പ്രൊട്ടക്ട് ഫ്ലവർ ബഡ് ബൈ കവറിങ് ഇറ്റ് എന്നുള്ളതാണ്. അടുത്തതാണ് കൊറോള. നിങ്ങൾ നോക്കുന്ന സമയത്ത്, അല്ലെ, നിങ്ങൾക്ക് കൊറോളയെ എല്ലാവർക്കും അറിയായിരിക്കും. ദളപുടം നല്ല ഭംഗിയുള്ള, അല്ലെ, ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത്. പൂവിന് ഭംഗിയും ആകർഷണവും കൊടുക്കുന്നത് ഈ ഒരു നമ്മുടെ ദളപുടമാണ്, കൊറോളയാണ്. അപ്പൊ ഏറ്റവും ഭംഗിയായിട്ട് എന്തുകൊണ്ടാണ് നമ്മളുടെ ഈ പറയുന്ന കൊറോള ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ആൻസർ എന്ന് പറയുന്നത്? കാരണം അട്രാക്ട് ചെയ്യണം, അല്ലെ. ഇപ്പൊ നിങ്ങൾക്കറിയാം, പോളിനേറ്റിംഗ് ഏജന്റ്, പരാഗണം നടക്കണമെങ്കിൽ കുറച്ച് ആളുകൾ സഹായിക്കേണ്ടതുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് ഹണി ബി, പൂമ്പാറ്റയൊക്കെ, അല്ലെ. അപ്പൊ ഇവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ദളപുടം എന്ത് ചെയ്യുന്നത്, നല്ല ഭംഗിയിൽ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന പൂവുകൾ അധികവും വെള്ള നിറത്തിൽ കാണാറുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാ? രാത്രിയിലുള്ള പൂവുകളുടെ ദളപുടം വെള്ള നിറത്തിലാവാൻ കാരണം രാത്രിയിൽ വെള്ളയാണ് ഏറ്റവും നന്നായിട്ട് കാണുക, അതുകൊണ്ടാണ്. അടുത്തത് കേസരപുടമാണ്. ഇത് പഠിച്ചു വെച്ചോളൂ. ആൻഡ്രീഷ്യം എന്ന് പറയും. കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത്, അല്ലെ. പൂവിന്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ് നമ്മുടെ കേസരപുടം. അതായത് ചെടികളിലെ ആൺ പ്രത്യുൽപാദന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, അത് ഏതാണ്? ആൻഡ്രീഷ്യമാണ്, കേസരപുടമാണ്. അങ്ങനെയാണെങ്കിൽ ഗൈനീഷ്യം എന്താണ്, അല്ലെ? ജനിപുടത്തിൽ ഒന്നോ അതിലധികമോ ജനികൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ പൂവിന്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ഇത് എന്നുള്ളത് ഓർത്തു വെക്കുക, അല്ലെ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ഈസ് കോൾഡ് ആസ് ഗൈനീഷ്യം, കൺസിസ്റ്റ് ഓഫ് 1 or more കാർപ്പൽസ്. ആൻഡ്രീഷ്യം നോക്കിക്കേ, ഫോംഡ് ഓഫ് സ്റ്റേമെൻസ്, അല്ലെ, സ്റ്റേമെൻസ് ആണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ആണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ആണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചുകൊള്ളുക. അതുകൊണ്ടാണ് രണ്ടും കമ്പയർ ചെയ്യുന്ന പോലെ തന്നെ, അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഭാഗം തരുമ്പോൾ, അല്ലെ, ഇപ്പൊ ആൻഡ്രീഷ്യമാണോ ഗൈനീഷ്യമാണോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറിപ്പോവരുത്. ഇപ്പൊ ഗൈനക്കോളജി പല ആളുകൾക്കും തെറ്റിപ്പോവാറുണ്ട്. ഇപ്പൊ ഗൈനക്കോളജി, അല്ലെ, ഇപ്പൊ ഗർഭിണികളെയും അതേപോലെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഭാഗങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിലുള്ള ഒരു വിഭാഗമാണ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടതാ. അപ്പൊ ഗൈനക്കോളജി എന്നുള്ളത് സ്ത്രീകളുമായിട്ടാകുമ്പോൾ ഗൈനീഷ്യം കാണുമ്പോൾ അതേതാണ്
ഏതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ആണെന്ന് ഓർത്ത് വെക്കുക. ചില ആളുകൾക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ ആൻഡ്രീഷ്യ ആണോ ഗൈനീഷ്യ ആണോ എന്നുള്ളത് അല്ലെ. ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് മെയിൽ ആണ്, ഗൈനീഷ്യം എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി, നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് അടയാളപ്പെടുത്താനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഇതിന്റെ പാർട്ടും ഫംഗ്ഷനും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ചിലപ്പോൾ ലേബൽ ചെയ്തുകൊണ്ട് ഫംഗ്ഷൻ എഴുതാനായിരിക്കും പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് വന്നിട്ട് ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്, ഇപ്പൊ ഇതാ ഇങ്ങനെ തോന്നിച്ചു പെഡിസിൽ ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഇതാ ഈ പറഞ്ഞതുപോലെ തന്നെ ആൻഡ്രീഷ്യത്തിനെ തന്നിട്ട് എന്താണ് എന്ന് ചോദിക്കും. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, ഭാഗങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഈ ഒരു ചെടിയുടെ പ്രത്യേകത നോക്കി, ഇതിനകത്ത് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചെടികളെ എന്താണ് പറയുന്നതെന്ന് താഴെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.